മലയാളത്തിലെ കോമഡി സിനിമകളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് മലപ്പുറം ഹാജി മഹാനായ ജോജി. ഇത് നായക വേഷത്തിൽ വന്നത് മുകേഷാണ്, നമുക്കൊക്കെ അറിയാം. കൂടാതെ സിദ്ദിഖുണ്ട്, ജഗതി ശ്രീകുമാർ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റുള്ള ഒരു സിനിമയായിരുന്നു. എന്നാൽ ഇതിൽ മുകേഷിന്റെ ഈ കഥാപാത്രം, അതായത് ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ ജോജി എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ശരിക്ക് മലയാളത്തിലെ മറ്റൊരു നായകൻ ഒഴിവാക്കിയ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാതെ പോയ ഒരു കഥാപാത്രമായിരുന്നു. ആ നായകൻ ആരാന്നറിയോ? കോമഡി സിനിമകളിൽ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന സംവിധായകനാണ് തുളസിദാസ്. അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് ഒരു സിനിമയായിരുന്നു കൗതുക വാർത്തകൾ. അത് കഴിഞ്ഞിട്ട് മിമിക്സ് പരേഡ്, കാസർഗോഡ് കാത്തർബായി, പൂച്ചക്കാരി മണി കിട്ടും, ഇങ്ങനെ കുറേ സിനിമകളിൽ ഈ പറയുന്ന ലോ ബഡ്ജറ്റ് സിനിമകൾ മുകേഷോ ജഗദീഷ് അല്ലെങ്കിൽ സിദ്ദിഖ് ഇവരെയൊക്കെ വെച്ച് സിനിമകൾ ചെയ്ത് ഒരു പാരലൽ ഒരു സിനിമ എന്ന് പറയാം. അതായത് ഒരു കോമഡി ഒരു 5-6 നായകന്മാരെയൊക്കെ വെച്ചിട്ട് സിനിമകളൊക്കെ ചെയ്ത് ഹിറ്റാക്കിയിരുന്ന, ലോ ബഡ്ജറ്റിൽ സിനിമ ചെയ്ത് കോടികൾ കളക്ട് ചെയ്ത സിനിമകളുടെ ഒരു സംവിധായകനായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഏകദേശം ഒരു 94 ആയപ്പോൾ ഇദ്ദേഹം ഒരു സിനിമ പ്ലാൻ ചെയ്തു. ഈ പറയുന്ന നമുക്കറിയാം, മലപ്പുറം ഹാജി മഹാനായ ജോജിയുടെ കഥ നമുക്കറിയാം. അതായത് സിദ്ദിഖിന്റെ കഥാപാത്രം ഒരു മുസ്ലിം ക്യാരക്ടറാണ്, ഒരു മാഷാവാൻ ഒരു അവസരം കിട്ടിയിട്ട് സിദ്ദിഖിന് അതിൽ താല്പര്യമില്ലാതെ ആ പേരും പറഞ്ഞ് മുകേഷ് പോകുന്നതും, സിദ്ദിഖിൻ്റെ ഫ്രണ്ടായി മുകേഷ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ജോജി അതിൽ കുഞ്ഞാലിക്കുട്ടി മാഷായിട്ട് പോകുന്നതൊക്കെയാണ്. ശരിക്കും ഈ ഒരു സിനിമ തുളസിദാസിന്റെ കഥയും എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തുളസിദാസ് അന്ന് അപ്രോച്ച് ചെയ്തിരുന്നത്, അന്ന് തുളസിദാസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ജയറാമായിരുന്നു. കാരണം അന്ന് ശരിക്കും കോമഡി സിനിമകളിൽ ജയറാമ തന്നെയാണ് അന്ന് ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഹീറോ ആയിട്ട്. ഒപ്പം സിദ്ദിഖും മുകേഷും ജഗദീഷും ഒക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ കട്ടക്ക് ഉണ്ട്. പക്ഷെ അന്നൊരു മാർക്കറ്റ് വാല്യൂവിൽ അന്ന് ജയറാമ തന്നെയാണ് ശരിക്കും അന്നൊരു ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മലപ്പുറം ഹാജിയുടെ ഒരു സമയത്ത് എത്തിയപ്പോഴും ജയറാമ ശരിക്കും ഒരു ഹീറോ ആയിട്ട് തന്നെ ഒരു വേറൊരു ലീഗിലോട്ട് എത്തി. അതായത് മേലെ പറമ്പിൽ ആൺവീടൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ജയറാമ മുഖചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഖചിത്രത്തെക്കുറിച്ച് നമ്മൾ വേറൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. മുഖചിത്രത്തിലെ അതിൻ്റെ വേറെ ചില പിന്നമ്പുറ കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഖചിത്രം ഇങ്ങനെ ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആൾമാറാട്ടത്തിലെ വേറൊരു പേരിൽ ഒരു മാഷായിട്ട് സ്കൂളിലൊക്കെ വരണമുണ്ട്. ജയറാമിന് അതൊരു റിപ്പീറ്റേഷനൊക്കെ ആവുമോ എന്ന് വിചാരിച്ച് ജയറാം അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജയറാം ആ വേഷം ഒഴിവാക്കി. അപ്പോൾ ജയറാം ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ തുളസിദാസ് പിന്നെ അടുത്ത ഓപ്ഷൻ മുകേഷാണ്. കാരണം തുളസിദാസിന്റെ ഒരു ഫേവറേറ്റ് ഹീറോ ആണ് മുകേഷ്. ഇതിന് മുമ്പ് കൗതുക വാർത്തകളും അതുപോലെ തന്നെ പൂച്ചക്കാരി മണി കിട്ടും ഒക്കെ മുകേഷായിരുന്നു ഹീറോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുളസിദാസ് പറഞ്ഞു നമുക്ക് മുകേഷും സിദ്ദിഖും. അന്ന് എനിക്ക് തോന്നുന്നു ആദ്യം ജയറാമും ജഗദീഷും, എനിക്ക് സിദ്ദിഖിന്റെ വേഷം ജഗദീഷും നായകനായിട്ട് ജയറാമൊക്കെ ആയിരുന്നു. പിന്നീട് അത് മാറി വന്നത് മുകേഷും സിദ്ദിഖും എന്നുള്ള രീതിയിൽ ഈ ഒരു കോംബോ. പക്ഷെ അന്നത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊന്നും താല്പര്യമില്ല മുകേഷ്. കാരണം അന്ന് അവർ പറഞ്ഞ് മുകേഷ് വേണ്ട, മുകേഷിന് ഇത്തിരി മാർക്കറ്റ് വാല്യൂ അന്ന് ഇത്തിരി കുറവുള്ളൊരു സമയമാണ്. ഇങ്ങോട്ട് മുകേഷ് കുറച്ച് സിനിമകളൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞത് അന്നത്തെ ഒരു ഹിറ്റ് കോംബോ എന്ന് പറയുന്നത് ജഗദീഷ് സിദ്ദിഖ്. നമുക്കറിയാം ഒരുപാട് സിനിമകൾ ജഗദീഷ് സിദ്ദിഖ്, അതൊരു മിമിക്സ് പരേഡാണ് ട്രെൻഡ് കൊണ്ടുവന്നത്. അതിന് ശേഷം ഒരുപാട് സിനിമകൾ, അത് തുളസിദാസിൻ്റെ ഉണ്ട്, അനിൽ ബാബുവിൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ പേരുടെ സിനിമകളിലൊക്കെ ജഗദീഷ് സിദ്ദിഖ് കോംബോ ഉണ്ട്, വിജി തമ്പി സിനിമകൾ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു ജഗദീഷ് മതി, ജഗദീഷും സിദ്ദിഖും ആയിക്കോട്ടെ, അതിന് മുകേഷ് വേണ്ട പറഞ്ഞു. പക്ഷേ തുളസിദാസ് പറഞ്ഞു അത് മുകേഷ് തന്നെ മതി. കാരണം ജയറാം ഇല്ലെങ്കിൽ പിന്നെ ആ റോള് ചെയ്യാൻ ആപ്റ്റ് മുകേഷ് തന്നെയാണ്, മുകേഷ് ഗംഭീരമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞ് തുളസിദാസിന്റെ ആ ഒരു പിടിവാശി ആ ഒരു വാശി തന്നെയായിരുന്നു. അങ്ങനെയാണ് മുകേഷിന് അതിൽ കാസ്റ്റ് ചെയ്തു. പിന്നെ സിദ്ദിഖ് വന്നു, പിന്നെ ജഗതി ശ്രീകുമാറും മധു, നരേന്ദ്രപ്രസാദ്, അങ്ങനെ ഒരു വമ്പൻ സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു. ആ സിനിമ നമുക്കറിയാം സൂപ്പർ ഹിറ്റായി. ശരിക്ക് മുകേഷ് നമുക്കറിയാം നായകനായിട്ടും സഹനടനായിട്ടും ഒക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗോഡ് ഫാദർ പോലത്തെ സിനിമകളിലെ നായകനായിട്ട്, ഇനിഹരി നഗറിൽ ഒരു 3-4 നായകന്മാർ ഒരാളായിട്ട്, പിന്നെ നമുക്ക് കാക്കക്കുയില് പോലത്തെ അല്ലെങ്കിൽ ക്രോണിക് ബാച്ചിലർ പോലത്തെ, സൈന്യം പോലത്തെ സിനിമകളിലൊക്കെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ഒക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സോളോ ഹീറോ ആയിട്ട് മുകേഷ് ചെയ്ത സിനിമകളിൽ ഒരു 5 മികച്ച സിനിമകൾ അല്ലെങ്കിൽ 5 സൂപ്പർ ഹിറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഒരു സിനിമ തന്നെയായിരിക്കും മലപ്പുറം ഹാജി മഹാനായ ജോജി. അപ്പോൾ ഒന്ന് ഒരു പക്ഷേ ജയറാം ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഹിറ്റാവുമായിരിക്കും. പക്ഷെ ജയറാം ഓൾറെഡി അതേപോലത്തെ സിനിമകളൊക്കെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിനൊരു ഫ്രഷ്നെസ് വരുമെന്ന് അറിയില്ല. പക്ഷെ മുകേഷ് വന്നതുകൊണ്ട് മുകേഷ് അതിന് മുമ്പ് അങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ല. ഇന്ന് നമുക്ക് മുകേഷിന്റെ ഒരു മാഷായിട്ടുള്ള ഒരു വേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മലപ്പുറം ഹാജി തന്നെയായിരിക്കും. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ആ പടത്തിന്റെ ഒരു ഫ്രഷ്നെസ്സും ആ പടം സൂപ്പർ ഹിറ്റിലേക്ക് എത്തിയത്. നമുക്കറിയാം അതിനുശേഷം പിന്നീട് തുളസിദാസിന്റെ ഒരുപാട് സിനിമകളിൽ ജയറാമും ചെയ്തിട്ടുണ്ട്, മുകേഷും ചെയ്തിട്ടുണ്ട്. പക്ഷെ
ഈ ഒരു കാര്യം അത് ഈ ഒരു തുളസിദാസ് തന്നെ കുറച്ചു കാലം മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. തുളസിദാസിന്റെ സിനിമകളിൽ പലപ്പോഴും ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ മാറിപ്പോയി, പക്ഷെ അതൊക്കെ സിനിമയ്ക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു തുളസിദാസിന്റെ കരിയറിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയ ഒരു സിനിമയായിരുന്നു മലപ്പുറം ഹാജി മഹാനായ ജോജി.